ഓക്കെ, NIOSന്റെ പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്, മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? പീപ്പിൾ ഇൻ ഡെമോക്രാറ്റിക് കൺട്രീസ് വി എൻജോയ് സർട്ടൻ റൈറ്റ്സ്. ജനാധിപത്യ രാജ്യങ്ങളിലെ പൗരന്മാര് ചില അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ അവകാശങ്ങൾ ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി. രാജ്യത്തെ നിയമ സംവിധാനത്തിന്റെ സംരക്ഷണയും ഉള്ളവയാണ്. ജസ്റ്റിഷ്യബിളായ അവകാശങ്ങളാണ് എന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഈ അവകാശങ്ങൾ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് ആ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കോടതിയിൽ നിയമത്തെ സമീപിക്കാം എന്നർത്ഥം. ഇനി നമുക്ക് ഇതിലെ ഏതൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. 6 മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ്? These fundamental rights which are enshrined in the constitution are fundamental rights. ഈ അവകാശങ്ങൾ ഭരണഘടനയിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇവയാണ് മൗലിക അവകാശങ്ങൾ. These rights ensure the fullest physical, mental and moral development of every citizen. ഓരോ പൗരന്റെയും പൂർണ്ണമായ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ വികാസം ഉറപ്പുവരുത്തുന്നു. എൻഷുർ ഉറപ്പുവരുത്തുക. ഓക്കെ, ഫുള്ളസ്റ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി സിറ്റിസൺ. ഇത് ചില ബേസിക് ഫ്രീഡംസും കണ്ടീഷൻസുമാണ്. ഒരു മനുഷ്യ ജീവിതത്തിന് വർത്ത് ലിവിങ് ആക്കണമെങ്കിൽ, ഒരു മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കണമെങ്കിൽ ആവശ്യകമായിട്ടുള്ള ചില അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ, ചില ബേസിക് ഫ്രീഡംസ്, അതുപോലെ തന്നെ ചില കണ്ടീഷൻസ്, അതൊക്കെയാണ് ഈ മൗലികാവകാശങ്ങൾ ചുരുക്കി പറഞ്ഞാൽ. അതായത് ഒരു ജനാധിപത്യത്തിന്റെ നിയമാനുസൃതത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഡെമോക്രാറ്റിക് ലെജിറ്റിമസി, അതിനുള്ള ഒരു ചട്ടക്കൂടാണ് ഈ മൗലികാവകാശങ്ങൾ. അതായത് ഭൂരിപക്ഷത്തിന്റെ ഭരണം നടക്കുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടേത്. അതായത് ഭൂരിപക്ഷം ഭരണത്തിൽ, ഇലക്ഷനിലൂടെ ഭൂരിപക്ഷം നേടുന്ന ആളുകളാണ് ഭരണചക്രം ധരിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ തീർച്ചയായും ജനാധിപത്യം പുലരുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് അതിനുള്ള ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക് അത് സ്ഥാപിക്കുകയാണ് വാസ്തവത്തിൽ ഈ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അത്തരം കാര്യമാണ്. ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് ഈ മൗലികാവകാശങ്ങൾ പറഞ്ഞിട്ടുള്ളത്? പരീക്ഷയ്ക്ക് വൺ വേർഡ് പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകൾ, ഭരണഘടനയുടെ പാർട്ട് 3 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇത് പറഞ്ഞിരിക്കുക. അപ്പം ചോദിക്കാം, അപ്പൊ ഏത് ആർട്ടിക്കിളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുള്ളത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, വൺ വേർഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ മൗലികാവകാശങ്ങൾ ജസ്റ്റിഷ്യബിൾ ആണോ? അതെ, ജസ്റ്റിഷ്യബിൾ ആണ്. അപ്പൊ വീണ്ടും സംശയം, എന്താണ് ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഉത്തരം, ജസ്റ്റിഷ്യബിൾ മീൻസ് ദാറ്റ് if these rights are violated even by the government or anyone else, ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ ഒരു പൗരന് അവകാശപ്പെട്ട ഈ അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ കൊടുക്കുന്നതിൽ തടസ്സം വയ്ക്കുകയാണ്, അത് ലംഘിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക്, ആ ഇൻഡിവിജ്വലിന് he has the right to approach the Supreme Court or High Courts. സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാം. എന്തിനു വേണ്ടി? for the protection of his or her fundamental rights. അയാളുടെ ആ മൗലികാവകാശം സംരക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. സോ നമ്മുടെ ഭരണഘടന, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പെർമിറ്റ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ടു കർബ് ദീസ് റൈറ്റ്സ്. ഈ പൗരന്റെ ഈ അവകാശങ്ങൾ കടന്നു കയറുവാൻ, കർബ് ചെയ്യുവാൻ ഒരു എക്സിക്യൂട്ടീവിനെയോ എന്ന് വെച്ചാൽ മന്ത്രിസഭാ സമിതിയും എടുക്കുന്ന തീരുമാനങ്ങൾ, ലെജിസ്ലേച്ചറിനെയോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്കോ ഒന്നും സാധിക്കില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ മൗലിക അവകാശങ്ങൾ 6 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാല് 7 എണ്ണമാണ് ആദ്യം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, there were 7 fundamental rights. Okay, however, the right to property was removed from the list. എന്നാൽ പിന്നീട് സ്വത്തവകാശം ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അതായത് 44ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് 1976 എന്ന വർഷത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ
സ്വത്തവകാശം എന്ന അവകാശം മൗലികാവകാശം എടുത്തു മാറ്റിയത്. അപ്പോൾ ഓർമ്മിക്കണം, ഇത് വൺ വേർഡ് ആയിട്ട് പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എത്രാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തത്? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കും, ഏത് വർഷമാണ് അത് റിമൂവ് ചെയ്തത്? അപ്പൊ 1976. എത്രാമത്തെ അമെൻമെന്റ് ആക്ട് ആണ്? ഭേദഗതി നിയമമാണ് 44ാമത്തെ അമെൻമെന്റ് ആക്ട്. ഇനി ഇപ്പോൾ നിലവിൽ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായാലും ഉണ്ട്. എന്തൊക്കെയാണ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് നോക്കാം. മറ്റൊന്നുമല്ല, ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താർത്ഥം? സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് എന്താണ്? റൈറ്റ് ടു ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൂന്നാമത്തേത് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായുള്ള അവകാശം. ശ്രദ്ധിക്കണം, നേരത്തെ രണ്ടെണ്ണം റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ അറിയാതെ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു പോകരുത്, എതിരായ അർത്ഥമായി പോകും. റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായുള്ള അവകാശം. നാലാമത്തേത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. 4 കഴിഞ്ഞാൽ അഞ്ചാമത്തേത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ അവകാശങ്ങൾ. ഇനി 6ാമത്തേത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടന അനുശാസിക്കുന്ന പരിഹാരങ്ങൾ. തന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും തടസ്സപ്പെട്ടു പോയാൽ അതിനെതിരെ കോടതി ചെന്നാൽ കോടതികൾ ചില ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കും, റിട്ടുകൾ എന്ന് പറയുന്നവ അല്ലെ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷോറാറി, കോവാറന്റ് എന്നിങ്ങനെയുള്ള റിട്ടുകളുണ്ട്. അപ്പൊ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ് 6ാമത്തേത്. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നന്നായിട്ട് അതിന്റെ ക്രമത്തിൽ തന്നെ പഠിച്ചു വെക്കുന്നത് നല്ല കാര്യമാണ്. ഒന്ന് സമത്വം, അത് കഴിഞ്ഞിട്ട് ഈക്വാലിറ്റി, കഴിഞ്ഞിട്ട് ഫ്രീഡം, അത് കഴിഞ്ഞിട്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, പിന്നെ മതസ്വാതന്ത്ര്യം, പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ പരിഹാരം തേടാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു സീക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ 6 മൗലികാവകാശങ്ങള് ഈ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നു, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടല്ലോ, അത് 84ാമത്തെ ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഫണ്ടമെന്റൽ റൈറ്റ്സില് 86th അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് അത് ഇൻക്ലൂഡ് ചെയ്തത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തിയത്. അതിന്റെ ആർട്ടിക്കിൾ ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 21A എന്ന ആർട്ടിക്കിളിലൂടെയാണ് അത് ഉൾപ്പെടുത്തിയത്. 21A. ഇനി അതുപോലെ തന്നെ എത്രാമത്തെ അമെൻമെന്റ് ആക്ട് ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ 86th അമെൻമെന്റ് ആക്ട്, 44th അമെൻമെന്റ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടിയുടെ റൈറ്റ് എടുത്തു കളഞ്ഞു. 86th അമെൻമെന്റ് ആക്ട് പ്രകാരം എഡ്യൂക്കേഷന്റെ അവകാശം ഉൾപ്പെടുത്തി. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം വൺ വേർഡുകൾ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന നിലയിലുള്ളതാണ്. ഇനി നമ്മൾ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഭാഗം അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത്? സ്വത്തവകാശം എന്നത് എടുത്തു കളഞ്ഞല്ലോ. അത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്, ഏത് അമെൻമെന്റ് ആക്ട് ആണ്? 44th അമെൻമെന്റ് ആക്ട്. ഇനി റൈറ്റ്സ് ആർ ഗിവൺ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആർ ടേൺഡ് ആസ്. പാർട്ട് 3 പറഞ്ഞിരിക്കുന്ന ആ റൈറ്റ്സ് 14 മുതൽ ഉള്ള ആർട്ടിക്കിളുകളിലായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതിനെ എന്തെന്നാ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വത്തിനുള്ള. അത് നേരത്തെ പറഞ്ഞ 6 റൈറ്റുകൾ ഓരോന്ന് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് ഇനി അടുത്തത്. എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്നതാണ് നോക്കുന്നത്. അതില് സമത്വത്തിനുള്ള അവകാശം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഈക്വാലിറ്റി ബിഫോർ ലോ ആണ് ഒന്നാമത്തേത്. എന്താണ്? നിയമത്തിന് മുമ്പിലുള്ള സമത്വം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇറ്റ് മീൻസ് ദാറ്റ് നോ പേഴ്സൺ ഈസ് അബവ് ലോ, ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് മീൻസ് ദാറ്റ് നോ പേഴ്സൺ ഈസ് അബവ് ലോ. ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമന്മാരാണ് എന്നർത്ഥം. അതായത് എവരി ഇൻഡിവിജ്വൽ ഹാസ് ഈക്വൽ ആക്സസ് ടു ദ കോർട്സ്, കോടതികളില് എല്ലാ പൗരനും തുല്യമായ പ്രവേശനമാണുള്ളത്. എല്ലാവർക്കും, എല്ലാ ഇൻഡിവിജ്വൽസിനും കോടതികളിലെ സമീപിക്കാനായിട്ടുള്ള അവകാശം, ആക്സസ് ചെയ്യാൻ, കോർട്ടിനെ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഈക്വൽ ആണ്. ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, 2 വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർ ഒരേ കുറ്റകൃത്യം തന്നെ ചെയ്താലും 2 പേർക്കും കിട്ടുന്ന ശിക്ഷ, പണിഷ്മെന്റ് സെയിം ആയിരിക്കും അർത്ഥം. ഇനി എന്തോ ആവട്ടെ, അടുത്ത ഒരു പോയിന്റ് കൂടി പറയാം നമുക്ക്. കാരണം ഇത് ഈ ഈക്വാലിറ്റി എന്ന പോയിന്റ് 5 ആശയങ്ങളിലൂടെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
അത് രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. അതായത് റിലീജിയൻ മതം, റേസ് വംശം, കാസ്റ്റ് ജാതി, സെക്സ് ലിംഗവ്യത്യാസം, പ്ലേസ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഓർ എനി ഓഫ് ദം, ഇവയിൽ ഏതിന്റെ പേരിലാണെങ്കിലും ഏത് ഗ്രൗണ്ടിലാണെങ്കിലും ഒരു വ്യക്തിക്കും ഒരു ഭേദവ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരണേ. അതായത് ഇതില് ഒന്നുകൂടി അതിന്റെ പോയിന്റ് ഇങ്ങനെ പറയാം: നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് ആക്സസ് ടു ഷോപ്സ്, കടകളിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല ഒരു പൗരനും. റെസ്റ്റോറൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് പബ്ലിക് എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ പൊതുവിനോദ സ്ഥലങ്ങള്, തിയേറ്ററുകള്, അങ്ങനെ പാർക്കുകൾ, അവിടെയൊന്നും ഒരാൾക്കും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്: പൊതുകിണറുകൾ, പബ്ലിക് വെൽസ്, ടാങ്ക്സ്, ബാത്തിങ് ഗഡ്സ്, റോഡ്സ്, അവിടെയും സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഒന്നും അയാൾക്ക് നിഷേധം പാടില്ല. ഒരു പൗരനും ഭേദവ്യത്യാസമോ നിഷേധമോ പാടില്ല. പണ്ട് കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. താണജാതിയിൽപ്പെട്ടവർക്ക് തൊട്ടുകൂടാത്ത കിണറുകളും ടാപ്പുകളും വാട്ടർ ടാപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് സ്വതന്ത്ര ഭാരതത്തിൽ അനുവദനീയമല്ല. ഇനി അതായത് ഇനി വേണമെങ്കിൽ ഇത്തിരി വ്യത്യാസം എങ്ങനെ വരുത്താം? സ്റ്റേറ്റിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഈസ് എംപവേർഡ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൺ, ചിൽഡ്രൻ ആൻഡ് for the upliftment of scheduled caste, scheduled tribe and other backward classes. അതായത് സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗക്കാർ, പട്ടികവർഗക്കാർ, അതുപോലെ തന്നെ പട്ടികജാതി, ഇവരുടെ ഒക്കെ ഉന്നമനത്തിനായി സ്റ്റേറ്റ് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ചെയ്യാനായിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന്. അപ്പൊ ഇതൊരു വൺ വേർഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിന് എന്ത് ചെയ്യാം ഇവരുടെയൊക്കെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന് ആ ചോദ്യം കാണും. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്യേണ്ട ഭാഗം ഓർത്തേച്ചാൽ മതി. അടുത്ത പോയിന്റ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. അതായത് അവസര സമത്വം എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു പബ്ലിക് എംപ്ലോയ്മെന്റ് അല്ലേ? പബ്ലിക് എംപ്ലോയ്മെന്റ് പോലുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരമാണ്. ഗവൺമെന്റ് ജോലികളിലേക്ക് എല്ലാവർക്കും തുല്യ അവസരമാണ്. അവിടെ റിലീജിയന്റെ പേരിലോ, റേസിന്റെ പേരിലോ, സെക്സിന്റെ പേരിലോ, പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലോ ഒരു വിവേചനവും പാടില്ല എന്നാണ് അർത്ഥം. ദർ ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ റെസിഡൻസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയ്മെന്റ് ഇൻ പബ്ലിക് സർവീസസ്. അതായത് ഗവൺമെന്റ് ജോബിനെയാണ് പബ്ലിക് സർവീസസ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈക്വാലിറ്റി പറയുമ്പോൾ നാലാമത്തെ പോയിന്റ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. സമത്വത്തിനെ നമ്മൾ കാണുന്നത് അങ്ങനെയും കൂടിയാണ്. തൊട്ടുകൂടായ്മയെ നിരോധിച്ചിരിക്കുന്നു. അബോളിഷ് ചെയ്യുക, നിരോധിക്കുക. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ abolishes untouchability and its practice in any form. ഏതൊരു തരത്തിലും അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തിരിക്കുന്നു, ഫോർബിഡ് ചെയ്തിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. അതായത് തൊട്ടുകൂടായ്മ എന്നത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. പഴയ കാലത്ത് അത്തരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ, സാമൂഹിക രീതികൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി അബോളിഷൻ ഓഫ് ടൈറ്റിൽസും കൂടി പറഞ്ഞാലാണ് നമ്മുടെ ഈക്വാലിറ്റി എന്ന പോയിന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. സ്ഥാനപ്പേരുകൾ അബോളിഷ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൾ ടൈറ്റിൽസ് നാഷണൽ ഓർ ഫോറിൻ വിച്ച് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സോഷ്യൽ സ്റ്റാറ്റസ് എമംഗ്സ് ദ പീപ്പിൾ ഹാവ് ബീൻ അബോളിഷ്ഡ്. ആളുകൾക്കിടയിൽ കൃത്രിമ ഭേദവ്യത്യാസം വരുത്തുന്ന ഏത് തരത്തിലുള്ള സ്ഥാനപ്പേരുകളും അബോളിഷ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അതായത് ദിസ് പ്രൊവിഷൻ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ്? ടു ഡു അവേ വിത്ത് ദ ടൈറ്റിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലുകൾ ഒഴിവാക്കണം. ഡു അവേ വിത്ത് എന്ന് വെച്ചാൽ ഒഴിവാക്കണം. ഏതൊക്കെയാണ്? ലൈക്ക് എന്തുപോലുള്ള സാഹിബ്, റായ് ബഹാദൂർ. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചില ഇന്ത്യക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂട്ടുനിന്ന കോളനി ഭരണത്തിന്റെ കൊളോണിയൽ റെജിമിന്റെ നോട് സഹകരണം കാണിച്ചുകൊണ്ട് ഫലപ്രദമായ കോളനി ഭരണത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സഹായിച്ച ചില കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ വിഭാഗങ്ങൾക്കോ കൊടുത്ത സ്ഥാനപ്പേരാണ് റായ് ബഹാദൂറും റായ് സാഹിബും റാണ ഠാക്കൂർ. ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തോ ഇതൊന്നും നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന പോയിന്റിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ചോദിക്കും, നമ്മുടെ ഇന്ത്യൻ
പ്രസിഡന്റ് ചില മിലിറ്ററി അവാർഡുകൾ കൊടുക്കുന്നില്ലേ, സിവിൽ അവാർഡുകൾ കൊടുക്കുന്നില്ലേ ചില പൗരന്മാർക്ക് അവരുടെ മഹനീയ സേവനത്തിനും നേട്ടങ്ങൾക്കും? ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മശ്രീ, പരമവീര ചക്ര, വീരചക്ര, അതൊക്കെ എന്താണ് അക്കാദമിക് ആയിട്ടുള്ള ബഹുമതികളോ അല്ലെങ്കിൽ റെസ്പെക്ട് കാണിക്കുന്നതിനോ മാത്രമാണ്. ഒരിക്കലും ടൈറ്റിലായിട്ട് ഭേദവ്യത്യാസം കാണിക്കുന്ന, സ്ഥാനവ്യത്യാസം കാണിക്കുന്ന ടൈറ്റിലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല.